ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോറസ്റ്റ് കാലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഒരു കമ്പനിയെ കുറിച്ചാണ്. കമ്പനി നമുക്ക് കുറച്ച് പേ ഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. ഓൾറെഡി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പേ ഔട്ട് കൊണ്ടിരുന്ന ഒരു കമ്പനി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു കമ്പനിയുടെ ഇതെടുത്തത്. പിന്നെ അവർ വന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടി അട്രാക്റ്റീവ് ആയത്. പിന്നെ അവരുടെ സിഇഒമാരൊക്കെ കുറിച്ചുള്ള കുറച്ചുകൂടി അനലൈസിങ് ഒക്കെ നടത്തിയപ്പോൾ കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്ന് മനസ്സിലായി. അലക്സ് എന്ന് പറയുന്ന ഒരാളൊക്കെയാണ്. ആ ഒരു സമയം ഇതിലേക്ക് വരാനൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആൽഫ ക്യാപിറ്റലാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ആൽഫ ക്യാപിറ്റലും പിപ്സും ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കമ്പനികൾക്കും കുറച്ചൊരു ജൂണൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് പേ ഔട്ടിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു തുടങ്ങി. ഓരോരോ പേ ഔട്ട്, ബിഗ് പേ ഔട്ടുകളൊക്കെ കൊടുക്കാതെ. അപ്പോൾ പയ്യെ ഒന്ന് ഏതെങ്കിലും ഒരു കമ്പനി പുതുതായിട്ടൊന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കമ്പനിയിലേക്ക് വന്നത്. കമ്പനിയുടെ പേര് അക്സെൻറ്റെക്സ് എന്നായിരുന്നു. സെൻറ്റെക്സ് നല്ല രീതിയിൽ ട്രേഡറൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പേ ഔട്ടൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. ഞാൻ ഈ ഒരു കമ്പനിയുടെ അക്കൗണ്ടാണ് എടുത്തിരുന്നത്. ഇപ്പോൾ നിലവിൽ ആക്സെൻറ്റെക്സ് മറ്റൊരു രീതിയിലേക്ക് പ്രൊഫേമിലും അതുപോലെ തന്നെ അവർ ഓൺ ബ്രോക്കറേജ് കൂടി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. കോൺടെക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കൂടി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. കോൺടെക്കൽ എന്ന ഒരു ഇത് കൂടി അവർ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ നിലവിൽ എന്താണ് എൻ്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അത്യാവശ്യമൊക്കെ ഒരു പേ ഔട്ടൊക്കെ കിട്ടിക്കൊണ്ട് ട്രേഡിങ്ങിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് പെർഫോം ഇതൊക്കെ കൊണ്ട് നമ്മളൊന്ന് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. നോർമലി ഞാനൊരു പേ ഔട്ടൊക്കെ കിട്ടുമ്പോൾ ഒരു അക്കൗണ്ടും കൂടിയും ആ ഒരു നമുക്ക് ചിലപ്പോൾ റീഫണ്ടൊക്കെ കിട്ടുമ്പോൾ വേറെ അക്കൗണ്ട് കൂടി ഏതെങ്കിലും ഒരു കമ്പനിയിൽ എടുക്കും, ചിലപ്പോൾ ഒരു പരീക്ഷണം നടത്തും. അതിനുള്ള രീതിയിലൊക്കെയാണ് പോകുന്നത്. അതിൽ നിന്നും ഏതെങ്കിലുമൊക്കെ പേ ഔട്ടൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഗ്രൂപ്പിൽ കുഴപ്പമില്ല, കമ്പനി കുഴപ്പമില്ല. അതുപോലെ തന്നെ എൻ്റെ ട്രേഡിംഗ് സർക്കിളിലുള്ള കുറച്ച് പേര് പ്രൊഫൈം മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ പേ ഔട്ട് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു റിവ്യൂസും മറ്റ് പല കാര്യങ്ങളൊക്കെ അനാലിസിസ് നടത്തിയിട്ടാണ് ഒരു കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നേരത്തെയൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ മറ്റൊരാൾക്ക് റെഫറൽ ലിങ്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ അതാണ് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഗ്രൂപ്പിൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു പുതിയൊരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ട് കൊണ്ടുവന്നപ്പോൾ അക്സെൻറ്റെക്സിനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ അക്സെൻറ്റെക്സിൻ്റെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇപ്പോൾ പേ ഔട്ട് കിട്ടാൻ എനിക്ക് ജൂൺ 5 ആയിരുന്നു എൻ്റെ പേ ഔട്ട് ഡേറ്റ്. ജൂൺ 5 എൻ്റെ തലേ ദിവസം മുതൽ 6 മുതൽ ഇവർ MT5 നിന്നും ട്രേഡറിലേക്ക് മാറാൻ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നു. അപ്പോൾ ഞാനെന്ത് പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി നമ്മൾ MT5 ആണ് കാലങ്ങളോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ MT5 ആണ് എനിക്ക് ഒരു ട്രേഡ് ചെയ്യാനായിട്ട് ഏറ്റവും കുറച്ചുകൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഫോണിൽ യൂസ് ചെയ്യാൻ ഈസി ആയിട്ട് വർക്ക്. അപ്പോൾ ഞാനെന്ത് ചെയ്ത് ട്രേഡർ വേണ്ട, MT5 തന്നെ മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. 7 തീയതി അവർ അനൗൺസ് ചെയ്തേക്കാണ് MT5 ഇത് ചെയ്യാണ്. അവർ മെറ്റാകോഡ്സിൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഇത് ചെയ്യാണ്. മൈഗ്രേഷനും മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് പോവുകയാണ്. പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, നമുക്കൊരു പെട്ടെന്നൊരു അക്കൗണ്ട് കുഴപ്പമില്ല. കാരണം ഇതിനു മുമ്പ് പല കമ്പനികളും മൈഗ്രേഷനൊക്കെ എടുത്തപ്പോൾ ഏകദേശം 3-4 ദിവസമൊക്കെയാണ് എടുത്തിട്ടുള്ളൂ. പിപ്സ് മറ്റ് E8 ഫണ്ടിങ്, അതിനുള്ള കുറേ കമ്പനികളെ കുറിച്ച് അറിയാം. അവരൊക്കെ പെട്ടെന്ന് മെറ്റാകോഡ്സ് ലൈസൻസ് നിർത്തിയതാണ് E8 ഫണ്ടിൻ്റെ. അവരൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റം വരുത്തി ഒരു ഒരു 3-4 ദിവസത്തിനുള്ളിലാണ് മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ആ കമ്പനി എന്നൊക്കെ പറയുന്നത് കുറേ നാൾ മുമ്പുള്ള കമ്പനിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെയും അതുപോലെ തന്നെ ആയിരിക്കും MT5 ഒരു ഇഷ്യൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ട് തന്നെ താഴത്തേക്ക് കൊണ്ടുവന്നേക്കാണ്. കാരണം അവർ ട്രേഡറിൽ കൊണ്ടുവന്നു, മറ്റ് വേറെ DX ട്രേഡർ വന്നു. പ്രത്യേകിച്ച് US മെറ്റാകോഡ്സ് അലോ ചെയ്യില്ല, പ്രൊഫം എന്നുള്ളതൊന്നും. മെറ്റാകോഡ്സിനൊക്കെതിരെ US കുറേ കേസ്, പ്രൊഫം ഇൻഡസ്ട്രിക്കെതിരെ കുറേ കേസ്, അങ്ങനെയൊക്കെ അതെല്ലാം വന്നതോടുകൂടി ഇൻഡസ്ട്രി തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ അക്സെൻറ്റെക്സിലേക്ക് ചെന്നത്. അക്സെൻറ്റെക്സിൽ ഏകദേശം ഒരു $3500 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പേ ഔട്ട് എടുക്കാൻ വേണ്ടി ഡേറ്റും വെയിറ്റ് ചെയ്തു. 14 ദിവസം കഴിയുമ്പോഴാണ് പേ ഔട്ട്. ഇതെല്ലാം കഴിയുമ്പോഴാണ് ആദ്യത്തെ ഒരു അനൗൺസ്മെൻറ്റ് വന്ന് MT5 ട്രേഡറിലേക്ക് മാറാൻ. സ്വാഭാവികമായിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ നോർമലി ഉണ്ടാകുന്ന അനൗൺസ്മെൻ്റ് ആണോ എന്ന് വെച്ചു. 7 തീയതിയാണ് അറിയുന്നത് മെറ്റാകോഡ്സ് നമുക്ക് ഇനി ട്രേഡ് ചെയ്യാൻ, MT5 ഇനി ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അവർ പുതിയ ലൈസൻസ് എടുക്കാൻ പോകുന്നുണ്ട്. ജൂൺ 5, സെപ്റ്റംബർ, ഓഗസ്റ്റ് ലാസ്റ്റ് അവർ പറഞ്ഞിരുന്ന ഡേറ്റ് ലാസ്റ്റ് വെള്ളിയാഴ്ചയായിരുന്നു. സെപ്റ്റംബർ 25-26 ആയിരുന്നു. പക്ഷേ ആ ഒരു ഡേറ്റായിട്ടും അവർക്ക് ഇപ്പോഴും ഒരു അനക്കവുമില്ല. അവർ ഇപ്പോഴും പറയുന്നത് എല്ലാം റെഡിയാകും. നമുക്ക് അതുപോലെ തന്നെ അവർ ചെയ്തേക്കുന്ന കുറച്ച് ഉഡായ്പ പരിപാടികളുണ്ട്. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്തൊക്കെയാണ് അവരുടെ ഉഡായ്പ പരിപാടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെക്കൊണ്ട് സംസാരിക്കാതിരിപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇവരൊരു മറ്റൊരു കാര്യം ചെയ്ത് വെച്ചേക്കുന്നത്,
ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്ത് എനിക്ക് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, അക്സെൻറ്റെക്സ് എടുക്കട്ടെ, അക്സെൻറ്റെക്സ് നിങ്ങൾ കഴിഞ്ഞോണം ഒരു ഇതിൽ ഉൾപ്പെടുത്തിയതാണല്ലോ. ഈ ഒരു അട്രാക്ഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. 50% ഓഫർ എന്നുള്ള ഈ ഒരു അട്രാക്ഷനാണ് അക്സെൻറ്റെക്സിൽ കുറേ പേർക്ക് ഇപ്പോഴും അട്രാക്റ്റീവായിട്ട് ചെയ്യുന്നത്. പക്ഷേ അവർ മെറ്റാക്കോട്ട് ലൈസൻസ് ഒക്കെ ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളാണ്, അവർ പേ ഔട്ട് റിജക്ഷനും കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ പയ്യെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലാണ് നമുക്ക് അവരെ മെയിനായിട്ട് ഈ ഒരു 50% ഓഫർ എന്ന് പറയുന്നതിനകത്താണ് ഒട്ടുമിക്ക ആൾക്കാരും വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാർ എന്നോട് കോൺടാക്ട് ചെയ്യുമ്പോൾ ചോദിക്കും ഇന്ന ഇതെടുക്കട്ടെ എന്ന് ചോദിക്കും. ഞാൻ പറയും വേണ്ട എന്ന് പറയും. പക്ഷേ എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ലാസ്റ്റ് ഒരു വെള്ളിയാഴ്ച വരെ. കാരണം വെള്ളിയാഴ്ച വരെ അവർ ലാസ്റ്റായിട്ട് പറഞ്ഞൊരു ഡേറ്റ് ആയിരുന്നു. ആ ഡേറ്റിൽ അവർ കൊടുക്കുകയാണ്, മെറ്റാക്കോട്സ് ലൈസൻസും എല്ലാം ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടായിരുന്നു ഞാൻ ഉറപ്പായിട്ടും ഇത് എടുക്കാൻ പറയുന്നു. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മെറ്റാക്കോട്സ് ലൈസൻസുള്ള കമ്പനികൾ 3-4 കമ്പനികളുള്ളൂ പ്രൊഫം ഇൻഡസ്ട്രിയിൽ. അതുപോലെ തന്നെ ഇവരൊരു ബ്രോക്കിംഗ് ഫേമും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. സെയിം ഇത് തന്നെ കോൺടാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇതിൽ തന്നെ ബ്രാൻഡ് നെയിമിൽ തന്നെ ഒരു ഇതും കൂടി ബ്രോക്ക് ഫേം കൂടി, പ്രൊഫം ഇൻഡസ്ട്രി വേറെ, ബ്രോക്കറേജ് ഇൻഡസ്ട്രി വേറെ, ബ്രോക്കറേജ് ഇൻഡസ്ട്രി കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു കമ്പനിയായിട്ട് വരുമല്ലോ എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ എനിക്ക് ലാസ്റ്റ് ദിവസങ്ങൾ വന്ന് എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇതാക്കി കളഞ്ഞത്. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് 6 മാസമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് വരെയായിരുന്നു, കൂടുതൽ നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസും മറ്റും നടത്തി കഴിഞ്ഞാൽ നമ്മളെ ബാൻ ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് കിട്ടാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സൈലൻ്റ് ആവും. പക്ഷെ അവരെ പിന്നീടാണ് ഇവരുടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഒന്ന്, ഇവരുടെ റൂൾസിൽ ഭയങ്കരമായ മാറ്റം ഇവർ വരുത്തി. നമ്മൾ ആദ്യം എടുത്തപ്പോൾ ഉണ്ടായിരുന്ന അക്സെൻറ്റെക്സ് അല്ല ഇപ്പോൾ ഉള്ള അക്സെൻറ്റെക്സ്. അക്സെൻറ്റെക്സിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 സെക്കൻഡ്സിനുള്ളിൽ ഒരു SL ഇടുക എന്നുള്ളത് അത്ര വലിയൊരു പ്രശ്നമുള്ളൊരു സംഭവം തന്നെ. കാരണം ഒരു ട്രേഡറെ സംബന്ധിച്ച് 50 സെക്കൻഡ്സിനുള്ളിൽ. പിന്നെ ഒരു ഓപ്ഷൻ അവർ കൊടുത്തിരുന്നത് ടീം 2 മിനിറ്റിനുള്ളിൽ ടാർജറ്റ് ആയി കഴിഞ്ഞാൽ 2 മിനിറ്റ്സിനുള്ളിൽ ടാർജറ്റ് ആവുകയോ നമ്മൾ മാനുവലി എക്സിറ്റ് ആവുകയോ ചെയ്താൽ അവർ പേ ഔട്ട് തരില്ല. അക്കൗണ്ട് ബ്രീച്ചായി പോകും. പേ ഔട്ട് തരില്ല, അക്കൗണ്ട് ബ്രീച്ചായി പോകും. അതൊന്ന്. ന്യൂസ് റീൽ നോർമലി ഉള്ള പോലെ തന്നെ 5 മിനിറ്റ്സിൻ്റെ റൂളാണ് ഉള്ളത്. അതുപോലെ തന്നെ പൊസിഷൻ ഓപ്പൺ മോർ ദാൻ 5 മിനിറ്റ് ബിഫോർ ന്യൂസിൻ്റെ ഒക്കെ 5 മിനിറ്റ് മുമ്പൊക്കെ ഓപ്പൺ ചെയ്യാൻ പാടില്ല, 5 മിനിറ്റ് മുമ്പ് ക്ലോസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ നോർമലി എല്ലാ ഫേംസിലും ഉള്ള ഒരു ഇതാണ്. പക്ഷേ ഈ 50 മിനിറ്റ്സിൻ്റെ ഒരു ഇഷ്യൂ ഫണ്ടഡ് അക്കൗണ്ടിൽ ഇടുക എന്ന് പറഞ്ഞാൽ അവർ പരമാവധി ആ ഫണ്ടഡ് അക്കൗണ്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് ട്രേഡ് ചെയ്താലും ചില സമയങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് പറയില്ല, 2 മിനിറ്റ്സ് ആണെങ്കിലും. അതുപോലെ തന്നെ നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമ്മളൊരു പ്രോഫിറ്റ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാനുവലി ക്ലോസ് ചെയ്ത് പോകും 2 മിനിറ്റിനുള്ളിൽ. മാനുവലി നമ്മൾ മനുഷ്യന്മാരാണ്, ചിലപ്പോൾ മിനിറ്റ്സും സെക്കൻഡ്സൊക്കെ ഓർത്തിരിക്കാനായിട്ട് പെട്ടെന്ന് പറ്റി എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്രീച്ചായി പോവുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് അവർ പരമാവധി അക്കൗണ്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ സോഫ്റ്റ് ബ്രീച്ച് ഉണ്ട് ഒരു തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത് ഇതുപോലെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ ഒരു രണ്ടാമത് കൂടി നമ്മളൊരു ഫണ്ടഡ് അക്കൗണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന്, പ്രത്യേകിച്ച് ഞാനൊക്കെ ബുക്ക് മാപ്പൊക്കെ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്നൊക്കെ ആയിരിക്കും മൂവ്മെൻറ്റ്സ് ഇത് തന്നെ. നമുക്ക് അതിനുള്ളിൽ നമ്മൾ എക്സിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലോസിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മാനുവലി ആയിരിക്കും എക്സിറ്റ് ആവും. ചിലപ്പോൾ 2 മിനിറ്റ്സിൻ്റെ കാര്യമൊക്കെ ഒരു തവണ ഓർക്കും, ചിലപ്പോൾ നമ്മൾ ഓർത്തില്ല എന്ന് വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ബ്രീച്ചായി പോകും. ഇതാണ് അവരുടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു റൂള്. അതുപോലെ തന്നെ മാക്സിമം പൊസിഷൻ 3 ഓപ്പൺ പൊസിഷൻ ഉള്ളതാണ്. അതും ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ബ്രീച്ചും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ബിറ്റൊന്ന് ഞാൻ നോക്കി വെച്ചത് ഇത്രയും കാര്യങ്ങളാണ് നോക്കി വെച്ച കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് അവർ മെസ്സേജ് ഇട്ടേക്കുന്നതാണ്, നിങ്ങൾ ഗ്രൂപ്പിൽ ഓൾറെഡി ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേ ഔട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് തരും. പക്ഷേ അത് ഇന്ന ഡേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനപ്പോൾ പറഞ്ഞു ജൂൺ 5 മുതൽ വെയിറ്റിംഗ് ആണ്. ഇന്നിപ്പോൾ ഒരു 5 ദിവസം കൂടി കഴിഞ്ഞാൽ 6 മാസമായി കൃത്യം. ഒക്ടോബർ 6 ആകുമ്പോൾ 6 മാസമായി കൃത്യമായിട്ട്. അപ്പോൾ ഇന്നുള്ള റീസൺസ് ഒക്കെ പറഞ്ഞപ്പോൾ അവർ ബാച്ച് വഴിയാണ് മെയിൽ അയക്കണേന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം അവർ വെള്ളിയാഴ്ച അവർ ഉറപ്പ് പറഞ്ഞിരുന്നത് ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ലൈവ് ആവും എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ വീണ്ടും അവർ തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ അവർ അടുത്ത നമ്പറുകാർക്കാണ് എന്താ പറയുക ബാച്ച് മെയിലാണ് അയച്ചേക്കുന്നത്. ബാച്ച് മെയിൽ എന്ന് പറയുമ്പോൾ പേ ഔട്ട് കിട്ടാനുള്ളവരെയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ബാച്ച് മെയിലാണ് അവർ അയച്ചേക്കുന്നത്. ഞാൻ അതിലുള്ള പേഴ്സണൽ മെസ്സേജ് ഒട്ടുമിക്ക ഡിസ്കോഡിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ പേഴ്സണൽ മെസ്സേജ് നോക്കുമ്പോൾ അവർക്കൊക്കെ പേ ഔട്ട് കിട്ടാനുള്ളവർക്കൊന്നും ഇവർ അക്കൗണ്ട് കൊടുത്തിട്ടില്ല നിലവിൽ. പക്ഷേ പുതുതായിട്ട് വന്നേക്കുന്ന, അതായത് ഫണ്ടഡ് അക്കൗണ്ടൊക്കെ എടുത്തിട്ട് പുതുതായിട്ട് ലൈവിലേക്ക് വന്നേക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവർ ലൈവ് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യെ കൊടുത്താണ്. അപ്പോൾ അത്രയും നാൾ ഇവർക്ക് ഈ ഓഫർ ഇട്ടുകൊണ്ടിരിക്കുക. എങ്ങനെ 50% ഓഫർ, 50 ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടിരിക്കുകയാണ്. ഞാൻ വെയിറ്റ് ചെയ്യാണ്. കൂടുതൽ അവരായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല. പക്ഷേ എന്നാലും എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ
ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർ അക്കൗണ്ട് എടുക്കേണ്ട. 50% ഓഫറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അതൊരു വലിയൊരു പിന്നീട് നമുക്ക് ഒരു ലൈവ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള റൂൾസാണ് അവരുടെ ഉള്ളത്. അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. ഒരു 32 പോയിൻറ്റ്സാണ് അവർ നമുക്ക് അയച്ചു തന്നെയാണ് ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച്. ആ 5-6 മെയിൻ റൂൾസാണ് ശരിക്കും മിക്ക ഫേംസിലുള്ളൂ. ഇവരിൽ 32 ഉണ്ട്. 32 വെച്ച് നമ്മൾ എങ്ങനെ നോക്കി ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പോൾ അതുകൊണ്ട് എക്സ് എടുക്കേണ്ട. നമ്മളെപ്പോഴും ഒരു പുതിയ കമ്പനീനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. ഞാൻ ഒരിക്കലും ഇപ്പോൾ 5 yearsൻ്റെ അല്ലാതെ മറ്റൊരു കമ്പനിയുടെയും ഞാൻ എന്താ പറയുക റെഫറൽ ലിങ്ക് ഒരാൾക്കും അയച്ചു കൊടുക്കാറില്ല. വേറെ ഒന്നുകൊണ്ടല്ല, 5 years എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഫണ്ടനെക്സ് ഓക്കെ ആണെങ്കിലും ഞാൻ അതിൻ്റെ റെഫറൽ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല. വേറെ ഒന്നുകൊണ്ടല്ല, അവരെക്കുറിച്ച് പണ്ടുള്ള കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. പരമാവധി നിങ്ങളും സ്റ്റഡി നടത്തുക ചെയ്യുക. പ്രത്യേകിച്ച് 50% ഓഫറൊക്കെ കിട്ടുമ്പോൾ, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പേ ഔട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷേ അല്ലാതെ നമ്മുടെ കുറേ ലോസൊക്കെ വരുത്തിയിട്ട് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇതിലേക്ക് വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. എന്തായാലും എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ അക്കൗണ്ട് പരമാവധി എടുക്കാതിരിക്കുക. എന്തായാലും വെയിറ്റ് ചെയ്യാം, പേ ഔട്ട് മറ്റു കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം.